ക്രിസ്തു ശിഷ്യനായ തോമസ് ലിയയുടെ സ്മരണം ഈ പുനരൈക്യ വേദിയിൽ ഉണർത്താൻ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദൈവാലയം അവതരിപ്പിക്കുന്ന ഹ്രസ്വ ദൃശ്യ ആവിഷ്കാരത്തിലേക്ക് സഹൃദയം സ്വാഗതം. ഇല്ല, ഞാൻ വരില്ല. അവരെന്നെ കുറിച്ചുകൊള്ളൂ. ആരാണ് അവർ? ജീവനില്ലാത്തതിനെയും ജീവനുള്ളതിനെയും കുറിച്ചു കൂടുന്നത്. എനിക്കവരെ ഭയമാണ്. നീ പേടിക്കാതെ പുറത്തേക്ക് വരൂ. ഞാൻ ജെറുസലേമിൽ നിന്നും വരുന്ന തോമയാണ്. അല്ല, അങ്ങ് മൂർത്തിയാണ്. അങ്ങനെ രക്ഷിക്കണം. ഞാൻ മൂർത്തിയല്ല. നിന്റെ ആരാധന മൂർത്തികളെല്ലാം നിഷ്പ്രഭമാക്കാൻ കഴിവുള്ള ദൈവോത്തമ ശിക്ഷനാണ്. അതാരാണ്? മറ്റൊരെ പോയി പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ള മറ്റൊരു ശേഷം സ്വയം അവനാണ് എൻ്റെ ഗുരു. അവൻ അസാധ്യമായി ഒന്നുമില്ല. എങ്കിൽ എന്റെ ധീരം മാറ്റാൻ അങ്ങയുടെ ഗുരുവിനോടൊന്ന് പറയാമോ? കാര്യം നീ അവരിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് കരുണ കാണിക്കാറുണ്ട്. യേശുവേ, ഞാൻ അങ്ങയുടെ വത്സല ശിഷ്യനാണ്. രക്ഷ അങ്ങയുടെ മാത്രമാണ്. ഈ ദേശം അഴിഞ്ഞതിനു വേണ്ടിയും ഈ ദേശം മുഴുവൻ അങ്ങയിൽ വിശ്വസിക്കുന്നതിനു വേണ്ടിയും അങ്ങയുടെ ഈ ദാസന് സൗഖ്യം നൽകിയാലും എനിക്കിത് വിശ്വസിക്കാനാവില്ല. അങ്ങയുടെ ദൈവം വലിയവനാണ്. ഞാനിത് ഈ ദേശക്കാരെ മുഴുവൻ അറിയിക്കും. രാജകൊട്ടാരം എവിടെയാണ്? അതാ ആ വഴി പോയാൽ മതി. രണ്ടാമനായി പിറന്നിട്ടും സ്നേഹത്തിൽ ഒന്നാമനായി
ഞാൻ ജെറുസലേമിൽ നിന്ന് വന്ന് തോന്നാം. എന്താണാവോ നിനക്ക് വേണ്ടത്? മഹാരാജൻ, വലിയൊരു ദൗത്യവുമായിട്ടാണ് ഞാൻ ഭാരതത്തിലേക്ക് വന്നിരിക്കുന്നത്. ഓഹോ, എന്ത് ദൗത്യം? ജെറുസലേമിൽ നീതിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു എന്നായിരുന്നു അവന്റെ പേര്. റോമൻ ഭരണകൂടം അവനെ കുരിശിൽ തറച്ചു. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റൊന്നും ഒരു മനുഷ്യനും അത് കഴിയുകയില്ല. അവൻ വെറുമൊരു മനുഷ്യനായിരുന്നില്ല, ദൈവപുത്രനായിരുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും അവന്റെ ജന്മത്തെക്കുറിച്ച് മുന്നേ പറഞ്ഞിരുന്നു. ദൈവപുത്രൻ എന്തിനാണ് ഈ ശാപം ഏറ്റെടുത്തത്? ഈ ലോകത്തെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നീ അവനെ കണ്ടുപോ. കണ്ടു. കാണുന്നത് വരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാണാതെ വിശ്വസിക്കുകയും നിങ്ങൾ കൂടുതൽ ഭാഗ്യവാന്മാർ. മഹാരാജൻ, 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 അടിയനൊരു ദീനക്കാരനായിരുന്നു. ഈ മനുഷ്യൻ അടിയനെ സുഖപ്പെടുത്തി. നീ പറഞ്ഞത് സത്യമാണോ? അതേ മഹാരാജൻ, എന്നെ വൈദ്യം കൈയൊഴുത്തതായിരുന്നു. തോമാ, ഇനി നാം എങ്ങനെ നിന്നെ അവിശ്വസിക്കും? നീ ഒരു ദിവ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ മത്സ്യത്തിന്റെ വ്യാധികളെ പറ്റി പൊന്നുതമ്പുരാന്റെ തീരാ ദുഃഖത്തിന് പരിഹാരം നൽകാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ദേശവാസികളോട് എന്റെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ അന്ന് എനിക്ക് അനുഭവം തരിക. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം ഈ ദേശം അറിയും. തോമാ, നിന്നെ നാം നമ്മുടെ വിശിഷ്ടാതിഥിയായി പരിഗണിക്കുന്നു. നമ്മുടെ ദേശം മുഴുവൻ സഞ്ചരിക്കുന്നതിനും ദൈവവേല ചെയ്യുന്നതിനും നാം നിനക്ക് അനുവാദം തന്നിരിക്കുന്നു. ഇത് രാജകൽപ്പന. രണ്ടാമനായി പിറന്നിട്ടും സ്നേഹത്തിൽ ഒന്നാമനായവരെ നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയെ ആരാധിക്കുന്നത്? സ്ത്രീയോ? ഇവിടെ സ്ത്രീയല്ല, അമ്മ ദൈവമാണ്. മൂർത്തിയാണ് ഇവളിൽ കുടികൊള്ളുന്നത്. എങ്കിൽ ആ മൂർത്തിയോട് ഇറങ്ങി വരാൻ പറയുക. മൂർത്തിയാണ് എന്റെ ദൈവമാണവല്ലെന്ന് ഞാൻ തെളിയിക്കാം. തോന്നാ, മൂർത്തിയോട് കളിച്ചാലുണ്ടല്ലോ നീ പച്ചയ്ക്ക് കത്തും. അത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ സത്യദൈവത്തെ ആരാധിക്കാതെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയാൽ നിത്യനരകത്തിൽ നിങ്ങളും പച്ചയ്ക്ക് കാത്തും. അത് പറയാൻ നീയായി. തർക്കിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് നിങ്ങൾക്കും ഒരു ദൈവമുണ്ട്. ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അവന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അവന്റെ സാക്ഷ്യത്തിനായി ജീവിക്കുക, അവന്റെ നാമം മഹത്വപ്പെടുത്തുക. രാജാവിന്റെ പിൻബലത്തിലാണ് നീ എന്നെ അടച്ചാക്ഷേപിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ചേര രാജ്യത്ത് ഇഷ്ടദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം രാജാവ് തന്നെ എന്റെ മക്കൾക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ മക്കൾ എന്നെ ആരാധിക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ രാജാവിന്റെ പിൻബലത്തിലല്ല സംസാരിക്കുന്നത്, എന്റെ ദൈവത്തിന്റെ പിൻബലത്തിലാണ്. നിനക്ക് സംസാരിക്കാൻ ഈ ദേശത്ത് വേറെ സ്ഥലങ്ങളില്ലേ? പിന്നെ എന്തിനാണ് എന്റെ വേല മുടക്കുന്നത്? കൂട്ടം തെറ്റിയ ആളുകളെയാണ് എന്റെ വീട് അന്വേഷിക്കുന്നത്. ആദവത്തിൽ തന്നെയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അമ്മ കോപിച്ചതിന്റെ ദുരന്തങ്ങൾ ഈ ദേശക്കാർ മുഴുവൻ അനുഭവിച്ചതാണ്. ഇപ്പോ എന്നെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇവർ വേല നടത്തുന്നത്. അത് തടസ്സപ്പെടുത്താതെ പോകാൻ. എങ്കിൽ മൂർത്തിയുടെ സന്നിധിയിൽ വെച്ചാകട്ടെ തോമയുടെ കുരുതി. എവിടെ നിന്റെ ദൈവം? നിന്റെ ദൈവത്തിന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെ.
എന്റെ ദൈവമേ, അങ്ങാണ് എന്നെ ഇതിലേക്ക് അയച്ചത്. എന്നിലൂടെ ഘോഷിക്കപ്പെടേണ്ട നിന്റെ തിരുനാമം. ദൈവമേ, ആ നിന്നെ ശക്തിപ്പെടുത്തിയത് രണ്ടാമനായി പിറന്നിട്ടു സ്നേഹത്തിൽ ഒന്നാമനായവനെ. തോമ, നിന്റെ ദൈവം വലിയവനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങയെ പരിഹസിച്ചതിനും നിന്ദിച്ചതിനും അങ്ങയെ ഉപയോഗിച്ചതിനും മാപ്പാക്കണം, മാപ്പാക്കണം. ഇവരോട് പൊക്കണമേ, ഇവരോട് മാപ്പാക്കണമേ. സഹോദരങ്ങളെ, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരങ്ങളും എന്റെ ഗുരുവിന് നൽകപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ അവന്റെ അനുയായികളായി മാറുകയും. ഞങ്ങൾ അവന്റെ അനുയായികളാകാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിക്കണം. ആത്മാവിൽ വീണ്ടും ജനിക്കുകയോ? അതെ, ഒരു മനുഷ്യൻ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിന്റെ ഗുരുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എങ്കിൽ നിങ്ങൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കണം. വരിക, ഞാൻ നിങ്ങൾക്ക് ജ്ഞാനസ്ഥാനം നൽകാം. വരൂ വരൂ, എല്ലാവരും തോമയെ അനുഗമിക്കുകയും. ദൈവമായ കർത്താവ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഇനി നിങ്ങളിലൂടെ ഈ ദേശം മുഴുവൻ മനസ്സന്തരപ്പെടുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ജ്ഞാനസ്ഥാനം നൽകുന്നു. രണ്ടാമനായി പിറന്നിട്ടു സ്നേഹത്തിൽ ഒന്നാമനായവനെ. എന്റെ മക്കളെ, ഞാൻ ഈ ദേശത്തു നിന്നും യാത്രയാവുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഭാരതം മുഴുവൻ സുവിശേഷം അറിയിക്കാനാണ് എന്റെ ഗുരു എന്നെ അയച്ചിരിക്കുന്നത്. അങ്ങ് പോയാൽ നിങ്ങൾ ഇടയില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ ചിരിപ്പോകും. ഒരിക്കലുമില്ല. പത്രോസ് എന്ന പാതയിലാണ് എന്റെ ഗുരു സഭയുടെ അസ്ഥിവാരം കെട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അതിന്റെ മൂലക്കല്ലുകളായി മാറണം. എന്റെ ഗുരു പത്രോസിനെ നിയോഗിച്ചതുപോലെ ഞാൻ നിന്നെ സഭാപിതാവായി അഭിഷേകം ചെയ്യുന്നു. നിന്നിലൂടെ സഭ വളരട്ടെ. അങ്ങനെ ഏൽപ്പിച്ച ഈ സഭാപിതാവിന്റെ ദൗത്യം വിശുദ്ധിയോടെ ഞാൻ കാത്തുപരിപാലിക്കും, തലമുറകൾക്ക് കൈമാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യതയുടെ നാട്ടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് സമാധാനം. Hi.